ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണാഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ചന്ദ്രഗ്രഹണവും കയറി വന്നിരിക്കുകയാണ്. ചന്ദ്രഗ്രഹണവും നമ്മളുടെ ഇടയിലുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ സയൻസുമായിട്ടുള്ള ബന്ധങ്ങൾ, ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്താണ് അതിന്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകുമോ? നമുക്കൊന്ന് നോക്കിയാലോ. കന്യാകുമാരി ക്ഷേത്രം കടലിനോട് ചേർന്നാണ് നിൽക്കുന്നത്. കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പണ്ട് കുറച്ചു മുമ്പുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സമുദ്ര തിരമാലകൾ വന്ന് ഈ ക്ഷേത്രത്തിന്റെ ഈ പുറകിലത്തെ ഭിത്തിയിൽ വന്ന് ഇടിക്കുമായിരുന്നു എന്ന്. ഇപ്പൊ കുറച്ച് മണ്ണിട്ട് നികത്തിയൊക്കെ മാറ്റിയതായിരിക്കാം. അപ്പം നമുക്ക് അതിൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചാല് നമുക്കൊന്നും തോന്നുന്നില്ലേ, അവിടുത്തെ കുറേ ഭൂമി കടലെടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകാമെന്ന് അല്ലേ? ക്ഷേത്രത്തിന് കുറച്ചും കൂടെയൊക്കെ പുറകിലേക്ക് യഥാർത്ഥത്തില് സന്യാസിമാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാകും. ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ട്, അതായത് ക്ഷേത്രത്തിന്റെ പുറകിലേക്കുള്ള ഭൂമി, അത് എന്തായാലും കുറച്ചൊക്കെ കാണേണ്ടതല്ലേ, മഹാക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേകിച്ചും. അപ്പൊ അവിടെയൊക്കെ കന്യകാ ഭൂഖണ്ഡം ഉണ്ടായിരുന്നിരിക്കാമോ? കുറേയേറെ ഭൂമികള് നമുക്ക് ഒരു ഓണാഘോഷം ഒരേ സമകാലീനനായിരുന്നു വ്യക്തി. മഹാഗുരുക്കന്മാരായിരുന്ന ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും രണ്ടുപേരും ഈശ്വര തുല്യമാണ്. ഈശ്വര തുല്യരായ